പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ ഒരു നിയോഗത്തോടെ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകദേശം 100 പേരോളം ആളുകളെ അവരുടെ നിയോഗങ്ങൾ സ്വീകരിച്ച് അവർക്ക് വേണ്ടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവരെല്ലാവരും ഈ ആലയത്തിൽ കാണും. നിങ്ങളുടെ കണ്ണുകളെ ഒന്നടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വച്ച്, എൻ്റെ മനസ്സിൽ വന്നൊരു വാക്ക്, വിഷമിക്കേണ്ട, ഇന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവം എന്നോട് നേരിട്ട് പറയുന്നു എന്നതുപോലെ ഓരോരുത്തരും ആ വാക്കൊന്ന് കേൾക്കാമോ? വിഷമിക്കേണ്ട, എൻ്റെ ദൈവം എന്നെ ഇന്ന് അനുഗ്രഹിക്കുന്നൊരു സമയമാണ്. ഇന്ന് കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടും. ഇന്ന് നിയോഗ പ്രാർത്ഥനയിൽ ഈ ആലയത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഇത് മീഡിയയിലൂടെ കാണുന്നൊരു വ്യക്തിക്കും ഈ നിയോഗത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് കൊടുക്കാം, ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കൂട്ടിലടച്ച കിളിയെപ്പോലെ വലിയ ശ്വാസം മുട്ടുന്ന അനുഭവം പോലെ വേദനിക്കുന്നവരുണ്ടാകാം. ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ കാര്യം എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ എങ്ങനെ മുന്നോട്ട് നീങ്ങും? എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ വലിയൊരു അപകടത്തിൽ ചെന്ന് പെടില്ലേ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവസന്നിധിയിലായിരിക്കുന്നവരുമൊക്കെയുണ്ട്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ആ നിയോഗ പ്രാർത്ഥന ഒരു പ്രാവശ്യം മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും ഇവിടെ എഴുതി വച്ച ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ അതേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നിവിടെ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും നിന്റെ മുമ്പിലേക്ക് വന്ന് നിന്നോട് ഞങ്ങൾ പറയുകയായി, ഇതാണ് ഞങ്ങളുടെ വിഷമം, ഇതാണ് ഞങ്ങളുടെ വലിയൊരു സങ്കടം. ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ സഹായിക്കണമേ, ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ ഏറ്റെടുക്കണമേ. ദൈവവചനത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തോട് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഇങ്ങനെയൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ. യേശുവേ, അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശുവേ, അങ്ങ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അങ്ങ് ശക്തനാണ്, അങ്ങ് ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കരുതുവാൻ അങ്ങ് ശക്തനാണ്, എന്നെ സഹായിക്കാൻ യേശുവേ നീ മതിയായവനാണ്, നീ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ രോഗങ്ങളെയും കടബാധ്യതകളെയും ഉത്കണ്ഠകളെയും അങ്ങയുടെ അടുത്തേക്ക് വന്ന് അങ്ങയുടെ കരങ്ങളിൽ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ നിയോഗത്തിന്റെ മേലൊരു കുരിശടയാളം വരച്ച് ആ ആവശ്യത്തിൻ്റെ മേലൊരു നിയോഗമായത് സമർപ്പിച്ച് 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നീ എന്നെ നിയോഗിച്ചത്. ഈ ജനത്തെ ആശീർവദിക്കാനാണ് എന്നെ ഇവിടെ കയറ്റി നിർത്തിയത്. ഈ ജനത്തിൻ്റെ കണ്ണുനീരൊപ്പാനാണ് അങ്ങനെ ഒരു ശുശ്രൂഷകനാക്കിയത്, അങ്ങനെ ഒരുക്കിയത്. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനെന്ന ശുശ്രൂഷകൻ ഇല്ല.
ഞാനെന്ന ശുശ്രൂഷകനില്ല, അങ്ങയുടെ അനുഗ്രഹം ഇല്ല എങ്കിൽ ഈ അനുഗ്രഹ ആലയമില്ല. കർത്താവ്, ഈ ജനം ഇവിടെ വരത്തില്ല. കർത്താവ്, ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സങ്കടങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രതിസന്ധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ബന്ധനങ്ങൾ അഴിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി മനോഹരമാകുവാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി ഇല്ലാത്തവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബം തകർന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളെ ഏൽപ്പിക്കുന്നു. നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുന്നു. നിയോഗ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത്, എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ അതൊരുകിപ്പോകും. ഒരിക്കൽ കൂടി പറയാം, എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദനകൾ നിന്നോട് ചേരുമ്പോൾ അതൊരുകിപ്പോകും. എൻ ബലഹീനത, എന്റെ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ അത് മറഞ്ഞു പോകും. അത് മറഞ്ഞു പോകും. കണ്ണുകളടച്ച് കരഹൃദയത്തോടൊന്ന് ചേർത്ത്, എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എന്നിലെ വേദന, എന്നിലെ ദുഃഖങ്ങൾ നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. ഒന്ന് ചേർന്ന് പാടാമോ? എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. വിശ്വസിച്ചതൊന്ന് പറഞ്ഞേ, എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. എൻ ബലഹീനത, എൻ പാപരോഗങ്ങൾ നിന്നിൽ വസിക്കുമ്പോൾ മറഞ്ഞു പോകും. ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ, ഇത് സംഭവിക്കട്ടെ. ദൈവത്തോട് ചേരുമ്പോൾ ആ വേദനകൾ ഉരുകിപ്പോകും. ദൈവത്തോട് അടുക്കുമ്പോൾ അത് ഇളകി മാറും, അത് ഉരുകിപ്പോകും, അത് മറഞ്ഞു പോകും. ഇന്നെൻ്റെ അനുഗ്രഹത്തിന് ദൈവം ഒരുക്കിയ സമയമാണ്. ഇന്നെൻ്റെ വിടുതലിന് ദൈവം ഒരുക്കിയ സമയമാണ്. ആമേൻ. ഞങ്ങളത് വിശ്വസിക്കുന്നു, ഞങ്ങളത് പ്രാർത്ഥിക്കുന്നു. നമുക്കിരിക്കാം. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നദ്ധിയിലായിരിക്കുവാനും നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം തന്ന ഏറ്റവും വിലപ്പെട്ട ഒരവസരമാണ്. ഇന്നലെ തന്നെ ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി, സമീപത്ത് നിന്നും വിദൂരത്ത് നിന്നുമൊക്കെ. ഈ നിയോഗ പ്രാർത്ഥനയിലാണ് ദൈവം ഓരോ വ്യക്തികളെയും തൊട്ടത്. ദൈവം ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കുവാൻ ഇടപെട്ടത്. എനിക്ക് ഉറപ്പുണ്ട്, നിയോഗ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനൊരു വലിയൊരു ബലമായി മാറുകയാണ്. ദൈവാനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ മാത്യു എന്ന ഞാൻ ഒരു ശുശ്രൂഷകനായി ഉണ്ടാവില്ല. ഞാനുണ്ടാകും, പക്ഷെ ഞാനെന്ന ദൈവ ശുശ്രൂഷകനില്ല. ഒരാളും എന്നെ തേടി വരില്ല.
അല്ലെ ഒരാളും ഈ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വരില്ല. വരാൻ കാരണമായ ഒന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. ഈ സ്ഥലത്തിന് പ്രത്യേകത ഒന്നുമില്ല, പക്ഷെ എന്തോ ദൈവം ഒരുക്കിയ ഒരു സ്ഥലമായതുകൊണ്ട് എത്രയോ ദീർഘദൂരം യാത്ര ചെയ്തും പ്രാർത്ഥിച്ചും രാവിലെ 3:30 മുതൽ തന്നെ ആളുകൾ കാണുവാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. 5:15 തൊട്ട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഏകദേശം 10:45 വരെ 11 മണി വരെയോളം കുർബാനയ്ക്ക് കൊടുക്കുന്ന സമയം വരെയും ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അത് ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷയാണ്. അതെനിക്ക് വേണ്ടി തന്നതല്ല എൻ്റെ കയ്യിലിരിക്കുന്നത്. എനിക്ക് വളരാൻ വേണ്ടി തന്ന ഒരു കൃപയല്ല. ഇവിടെ വരുന്ന ജനത്തിന് വേണ്ടി നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ ദൈവം എന്നെ നിങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ച ശുശ്രൂഷയെ എൻ്റെ കയ്യിലുള്ളൂ. ആ ശുശ്രൂഷയിൽ നിന്നുകൊണ്ടാണ്, ആ നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, കരങ്ങൾ ഉയർത്തുന്നത്. ദൈവാനുഗ്രഹമില്ലെങ്കിൽ ഞാനെന്ന വ്യക്തി ചിലപ്പോൾ കാണും, ഞാനെന്ന ശുശ്രൂഷകൻ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ആശയമാണ്, താങ്ങാനാവുന്നതിലും അധികം സങ്കടവുമായി വേദനയുമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. താങ്ങാനാവുന്നതിലധികമായ വേദന ചുമന്നു വരുന്നവർ. എന്നെ കാണാൻ വന്ന ആളുകളെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും, അവർ പലരും പ്രാർത്ഥിക്കുമ്പോൾ അവർ പോലും അറിയാതവർ ഒന്ന് വിതുമ്പി പോകുന്നു, ഒന്ന് കരഞ്ഞു പോകുന്നു. അത്രയും സങ്കടം അവർക്കുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. ആ വാതിലാണ് നമ്മളിപ്പോൾ തുറക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ കേൾക്കുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഒരുപാട് നാള് മഴയൊന്നും പെയ്യാതിരിക്കുന്ന ഭൂമി, അതിൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ്, 1.5 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കാണുമ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് കണ്ട ഭൂമി പോലെ അല്ല ഇപ്പം. ഇന്ന് നിറയെ ചെറിയ ചെറിയ ചെടികളും പല വിത്തുകളും വീണ് മുളച്ച് നല്ല പച്ചപ്പുള്ളൊരു മൈതാനമായി അത് കിടക്കുന്നു. മഴ പെയ്യുന്നതിന് മുമ്പോ ഉണങ്ങി വരണ്ട് ഒരു ജീവനുള്ള ഒരു പുല്ലുപോലും ആ മണ്ണിലില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിറയെ നല്ല പച്ചപ്പുള്ള സ്ഥലം. അതെന്താ? അവിടെ മഴ പെയ്ത് ആ മണ്ണിലേക്ക് ഇറങ്ങിയത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിത്തുകൾക്ക് മുള വന്ന് വളർന്നതാണ്. ഇതുപോലെ ദൈവവചനവും ഒരു മഴ പോലെ ദൈവത്തിൻ്റെ സ്വരമായി നിങ്ങളുടെ നിയോഗങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മഴ പോലെ പെയ്തിറങ്ങുമ്പം ഇന്നലകളിൽ കണ്ടതുപോലെ ആയിരിക്കില്ല. നാളുകളിൽ ജീവിതത്തെ നോക്കുമ്പം പ്രതീക്ഷയ്ക്കുള്ള അനേകം കാര്യങ്ങൾ, പച്ചപ്പുള്ളൊരു മൈതാനം പോലെ നോക്കുമ്പോൾ തന്നെ സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ദൈവം മുളപ്പിച്ചു കൊണ്ടുവരും. ദൈവം മുളപ്പിക്കും. ഹല്ലേലൂയ. ഈ നിയോഗ പ്രാർത്ഥന എന്താ നിയോഗ പ്രാർത്ഥന? ദൈവം വിത്തിട്ട് മുളപ്പിച്ചൊരു ശുശ്രൂഷയാണ്. ദൈവം മുളപ്പിച്ച ശുശ്രൂഷയാണത്. ഇതുപോലെ ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം ചിലതിനെ വിത്തിട്ട് മുളപ്പിക്കും. വിചാരിക്കാത്ത സമയത്ത് ഒരു ജോലി സാധ്യത വന്നു, വിചാരിക്കാത്ത സമയത്ത് നല്ലൊരു വിവാഹാലോചന വന്നു, വിവാഹമെങ്കിൽ വിചാരിക്കാത്തൊരു സമയത്ത് ഒരു വീട് മേടിക്കുന്ന കാര്യം വന്നു, വിചാരിക്കാത്ത സമയത്ത് സ്ഥലം വിൽപ്പന വന്നു. വിചാരിക്കാത്ത കാര്യങ്ങളിൽ പലതും ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. അത് അനുഗ്രഹമായി അത് മുളച്ചു വരും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. യെശയ്യാ 55-ാം അധ്യായം പറയുന്നില്ലേ, ആകാശത്തു നിന്ന് പെയ്തു വരുന്ന മഞ്ഞും പഴയും പോലെയാണ് എൻ്റെ വചനങ്ങൾ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. ഞാൻ അയച്ച കാര്യങ്ങൾ അത് സാധിച്ചു കിട്ടും. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ
സാധിച്ചു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവമാണത് സാധിപ്പിച്ചു തരുന്നത്. ദൈവം അത് സാധിപ്പിച്ചു തരും. വിശ്വാസത്തോടെ ഒന്ന് മനസ്സിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറയാമോ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിലൂടെ ശ്രദ്ധയോടെ നമ്മൾ കടന്നു പോകുമ്പം ഞാനിങ്ങനെ കണ്ടു, മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഒത്തിരി പേരോട് നമുക്ക് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങളോട് ചോദിക്കാറില്ല ചിലര്, എന്തോ മുഖം ഒത്തിരി വിഷമമാണല്ലോ, എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ. ഒരു പരിചയവും ഇല്ലാത്തവർ വരെ ചോദിച്ചിട്ടില്ലേ, എന്താ സുഹൃത്തെ മുഖം എന്തോ നല്ല വിഷമമുണ്ടല്ലോ നിനക്ക്, എന്താ വിഷമം, വീട്ടിലെന്തെങ്കിലും വിഷയമുണ്ടോ? അയാൾക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ എന്നാലും നമ്മുടെ മുഖവും നമ്മുടെ ആ ഒരു മുഖത്തെ ദുഃഖമെല്ലാം കണ്ട് ചോദിച്ചതാണ്. പലർക്കും നമ്മുടെ ദുഃഖം എന്താ വിഷമം, എന്താ കുഞ്ഞെ നിന്റെ സങ്കടം, എന്തിലാ വിഷമിക്കുന്നേ, എന്തിലാ ഒത്തിരി ഭാരമുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷെ ചോദിക്കുന്ന ഒരുപാട് പേർക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, ചേച്ചി എന്തോ വിഷമമുണ്ടല്ലോ, ചേട്ടാ എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ നിങ്ങൾക്ക്, എനിക്ക് ചോദിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ദൈവത്തിന് എന്ത് പറ്റും? ചോദിക്കാൻ മാത്രമല്ല, ആ വിഷയത്തെ എന്നേക്കുമായി നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകത്തക്ക വിധം അത് പരിഹരിച്ചു തരാൻ പറ്റും. ഹല്ലേലൂയ. ഒരു ഉദാഹരണം പറയുകയാണ്. യേശു 38 വർഷക്കാലം ബെത്സയിദ കുളക്കരയിൽ കിടന്ന രോഗിയെ കണ്ടു. ഓ കഷ്ടമുണ്ട് കേട്ടോ എന്നല്ല പറഞ്ഞ്, നിന്റെ ഒരു തലവേദന, അല്ലാണ്ട് എന്നാ പറയാനാ, ഇങ്ങനെയും പറഞ്ഞില്ല. നമ്മളോട് പറയാറില്ലേ, ഈ കൊച്ചിൻ്റെ ഒരു തലവേദന, കഷ്ടമെന്ന് പറയാനല്ല എന്തു പറയാൻ പറ്റും. എന്തോ ഒരു ഭാഗ്യദോഷം. 1-2 വർഷമാണോ ഈ കുടുംബം സഹിച്ചത്? യേശു 38 വർഷക്കാലം രോഗിയായി കുളക്കരയിൽ കിടന്ന രോഗിയുടെ അടുത്ത് സാരയില്ലെന്ന് പറഞ്ഞ് നാളെ കാണാം കേട്ടോ എന്ന് പറഞ്ഞ് പോയിട്ടില്ല. അവിടെ ചെന്നിട്ട് കുഴപ്പമില്ല, മാറുമായിരിക്കും, ഞാൻ നിനക്കൊരു പ്രാർത്ഥിക്കാം എന്തുമല്ല പറഞ്ഞത്. അവൻ അന്നുവരെ അനുഭവിച്ചിരുന്ന, അന്നുവരെ വിഷമിച്ച് കിടന്ന, അന്നുവരെയും പരിഹാരമില്ലാതിരുന്നൊരു വിഷയത്തെ യേശു പരിഹരിച്ച് എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നീ പോകാൻ പറഞ്ഞു. സാരയില്ല, കുഴപ്പമില്ല, തലവരെ ഇങ്ങനെ ആയിപ്പോയല്ലോ, കഷ്ടമുണ്ട് കുഞ്ഞെ, നിന്റെ ഭാവി പോയല്ലോ മോനെ, ഇതൊന്നുമല്ല പറഞ്ഞത്, ആ പ്രശ്നത്തെ പരിഹരിക്കുകയാണ് ചെയ്തത്. ഇന്ന് ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് പറയും, നിന്റെ പ്രശ്നത്തെ ഞാൻ പരിഹരിക്കും, നിന്റെ വിഷയം ഞാൻ പരിഹരിക്കും. നീ ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വേദനകളും മാറ്റി എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് പോവുക എന്ന് പറഞ്ഞതുപോലെ ഒരു പരിപൂർണ വിടുതൽ ആ വിഷയത്തിൽ സംഭവിക്കും. വിശ്വാസത്തോടെ ആ കരമെന്ന് ഉയർത്തി ഉറക്കെയൊന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32. നിങ്ങൾ സത്യം അറിയുകയും, എല്ലാവരും ഒന്ന് കേൾക്കുക. എന്തൊക്കെയോ നമുക്കറിയാം, അതല്ല അറിയേണ്ടത്. നിങ്ങൾ സത്യം അറിയുകയും, സത്യം അറിയുകയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും. എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ്. എന്താണ് സത്യം? ഈ ബൈബിളിനെ നമ്മൾ വിളിക്കും ബൈബിൾ എന്ന്, എന്നാൽ മറ്റ് സമൂഹത്തിലെ സഭയിൽപ്പെട്ടവർ ഇതിനെ വിളിക്കുന്നത് സത്യവേദ പുസ്തകം എന്നാണ്. അപ്പോൾ ഇതെന്താണിത്? ഇത് സത്യമാണ്. ഇതിനകത്തെ ഓരോ വാക്കിലും ഒരനുഗ്രഹം ഇരിപ്പുണ്ട്. ഇതിനകത്തെ എല്ലാ വാക്കുകളിലും നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം ഇരിപ്പുണ്ട്. ഇതാണ് സത്യം. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും. അപ്പോൾ ഇതാണ് സത്യം. അപ്പോൾ ഇതാണ് സത്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ പറയാം. സ്വർഗത്തിലെ ദൈവം തൻ്റെ അനുഗ്രഹത്തെ മുഴുവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം അല്ലെങ്കിൽ ബൈബിൾ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിന്റെ ഓരോ വചനത്തിലും എനിക്കുള്ള ഒരു അനുഗ്രഹം ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇത് സാധാരണ പുസ്തകമല്ല, ഇതൊരു സാധാരണ മറ്റു ലൈബ്രറിയിലെ ഒരു പുസ്തകമല്ല. ഇത് ദൈവത്തിന്റെ വാക്കുകളാണ്. ഇതാരൊക്കെ വിശ്വാസത്തിൽ എടുക്കുന്നുവോ അവന്റെ ജീവിതത്തിന് വഴിത്തിരിവിന് കാരണമാകും. വഴിത്തിരിവ്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയല്ല. എൻ്റെ ജീവിതത്തിന് വഴിത്തിരിവിന് കാരണമായത് ഈ ദൈവവചനത്തെ വിശ്വസിച്ചതും ഈ ദൈവവചനത്തെ വിശ്വാസത്തിൽ ഏറ്റെടുത്തതും ഈ ദൈവവചനത്തെ അംഗീകരിച്ചതും ഈ ദൈവവചനത്തെ സ്നേഹിക്കുന്നതുമാണ്. ഞാൻ എന്ന വ്യക്തി, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമായത് ഞാൻ വർഷങ്ങൾ പഠിച്ച പഠനമോ ഞാൻ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളോ ഞാൻ പഠിച്ച കോളേജിൻ്റെ പ്രത്യേകതയോ മറ്റൊന്നും കൊണ്ടല്ല. ഈ പുസ്തകത്തിൽ ഇതിലുള്ള ദൈവത്തിൻ്റെ വചനത്തെ വിശ്വാസത്തിൽ ഏറ്റെടുത്തതാണ് എൻ്റെ വഴിത്തിരിവിന്, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ വഴിത്തിരിവിന് കാരണമായത്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും 10, 30, 31 ദിവസം ചില നിയോഗങ്ങൾ എഴുതി ഈ പുസ്തകത്തിനകത്ത് വയ്ക്കാനാ പറഞ്ഞത്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കുക. ആ വചനം അതിൽ ആക്റ്റീവ് ആകും. ആ വചനം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത്, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെട്ടു. ദൈവവചനത്തിനകത്താണ് ദൈവം തൻ്റെ അനുഗ്രഹത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റവും പരിഗണന കൊടുക്കുന്നതിൽ കുറവാണ് ദൈവവചനത്തിന്. മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ ഒത്തിരി വില കൊടുക്കും, അങ്ങോട്ടോടും ഇവിടെ ചെയ്യും, അത് ചെയ്യും. എന്നാൽ ദൈവവചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിനും ദൈവം നൽകേണ്ട പ്രാധാന്യം നൽകിയിരിക്കും. ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നിരിക്കും. അത് വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ ഈ വചനത്തിലെ അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ ശബ്ദമുയർത്തി പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകുന്നത്. അനുഗ്രഹത്തിനൊരു വഴിയുണ്ട്, ഉണ്ടോ ഇല്ലയോ? ഒരാൾ തകർന്ന് തരിപ്പണമാകാൻ കാരണമുണ്ട്. അയാൾ അങ്ങനെ ആകാൻ എന്തോ കാരണമുണ്ട്. ചിലപ്പോൾ അയാളുടെ കയ്യിലിരിപ്പായിരിക്കും, ചിലപ്പോൾ അയാളുടെ ഇടപാടുകളായിരിക്കും. അയാൾ അങ്ങനെ ആകാൻ കാരണമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് വന്നതല്ല. ചില ആളുകൾ നല്ല രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്നു, നല്ല വീട് മേടിച്ചിരിക്കുന്നു, മക്കൾ നന്നായി പഠിക്കുന്നു, നല്ല ഭാവിയിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ അത് വരുന്നുണ്ടെങ്കിൽ അതിനും എന്തോ ഒരു കാരണമുണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചനം അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഏറ്റവും വലിയ കാരണമാണ്. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഒരുപക്ഷെ ഒരാൾ പറയുന്നു, ഞാൻ സാമ്പത്തികമായി വലിയ തകർച്ചയിലാണ്, 8 കാലി വലയിൽ വീണ പ്രാണി പോലെയാണ് എൻ്റെ സാമ്പത്തികം, എന്നും കടമാണ്, ഇതിൽ നിന്ന് കരകയറാൻ പറ്റുമോ? ഈ വചനം സത്യമായും പറയുന്നു, ഇത് നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ കെട്ടുപാടിൽ നിന്ന് ഈ വചനം, ഈ സത്യവചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഒരാൾ പറയുന്നു, എൻ്റെ കുടുംബജീവിതം വല്ലാതെ ഒരു പ്രതിസന്ധിയിലാണ്. നിങ്ങൾ സത്യം അറിയുക, ദൈവവചനം അറിയുക, അത് നിങ്ങളുടെ ജീവിതത്തിന് വിടുതലായി മാറും. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം, എൻ്റെ മക്കളുടെ ഭാവി ആകെ ഉഴപ്പാണ്, ഫോണിൻ്റെ അമിതമായ ഉപയോഗമാണ്, ഒന്നും ശരിയാകുന്നില്ല, അവരെവിടെ ചെന്ന് എത്തും, ദൈവമേ എനിക്ക് ഇപ്പം തന്നെ പേടിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. സത്യം അറിയുക, സത്യം അവരെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവവചനത്തെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ അതിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ വരും. വിശ്വസിക്കുന്നു? ദൈവവചനം വിശ്വാസം എന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബൈബിൾ പറയുന്നു, സങ്കീർത്തന പുസ്തകം 107 അധ്യായം പറയുന്നു, 107 20 വാക്യം, അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ഇനി ചോദ്യം ചോദിക്കട്ടെ, വചനത്തിന് ഒരാളെ സൗഖ്യമാക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ സങ്കീർത്തനം 107:20 എഴുതുകയില്ലായിരുന്നു.
സങ്കീർത്തന ബൈബിൾ എഴുതിയിരിക്കുന്നു, അവിടുന്ന് തൻ്റെ വചനം അയച്ച് രോഗത്തെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും എന്നാണ് അർത്ഥം. കഴിയില്ലായിരുന്നെങ്കിൽ, ഈ പുസ്തകത്തിലെ വാക്കുകൾക്ക് അതിന് ശക്തിയില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ അത് എഴുതാൻ പാടില്ലായിരുന്നു. സങ്കീർത്തനം 107:20 എഴുതിയിട്ടുണ്ടോ? അവിടുന്ന് വചനം അയച്ച് രോഗത്തെ സൗഖ്യമാക്കി. എത്രയോ പേര് സൗഖ്യം ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവവചനം അതിന് കാരണമാകും. ഹല്ലേലൂയ. ഇനി നിങ്ങളോട് പറഞ്ഞു, ഒരാൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് കാരണമുണ്ട്. വെളിപാട് ഗ്രന്ഥം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്, ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് അനുസരിക്കുന്നവരും എന്താ എഴുതിയിരിക്കുന്നത്? അനുഗ്രഹീതർ, അനുഗ്രഹിക്കപ്പെടും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ദൈവവചനത്തിന് ഒരാളെ അനുഗ്രഹിക്കാൻ കഴിവില്ലായിരുന്നെങ്കിൽ വെളിപാട് 1-ാം അധ്യായം 3-ാം വാക്യം എഴുതുകയില്ലായിരുന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ച് കേൾക്കുകയാണ്. വെളിപാട് ഗ്രന്ഥം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിലെ വാക്കുകൾ, അവിടെ ഈ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ എന്ന് സൂചിപ്പിക്കുന്നത്? ഈ പ്രവചന പുസ്തകത്തിലെ, ഇതിനകത്തെ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഓരോ വാക്കിലും ഒരനുഗ്രഹമുണ്ട്. ഓരോ വാക്കിലും ഒരു അനുഗ്രഹമുണ്ട്. ഈ വാക്കുകൾ വായിക്കുന്നവരും കണ്ണുകൊണ്ടിങ്ങനെ നോക്കി വായിക്കുന്നവരും കേൾക്കുന്നവരും ചെവി കൊണ്ടിങ്ങനെ മനസ്സറിഞ്ഞ് കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും എന്തായിത്തീരും? അനുഗ്രഹമുള്ളവരായി മാറും. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും, ആ മക്കൾ അനുഗ്രഹിക്കപ്പെടും, ആ തലമുറ അനുഗ്രഹിക്കപ്പെടും, ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ദൈവവചനത്തിന് ഒരാളെ അനുഗ്രഹിക്കാൻ കഴിവില്ലായിരുന്നു എങ്കിൽ ഈ വചനം ഇവിടെ എഴുതുകയില്ലായിരുന്നു. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ഇത് ആരുടെയും ഊഹാപോഹമല്ല, ഇത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. ഈ വാക്കിലെ ഒരു വാക്കുകൾക്കും ഒരു പുള്ളിക്കോ ഒരു വാക്കിനോ മാറ്റമുണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ദൈവവചനത്തിന് സാധിക്കും. ദൈവവചനത്തിന് സാധിക്കും. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഒരു കാര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാൻ പഠിച്ചാൽ നിങ്ങൾ വചനത്തിലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കാണും, നിങ്ങളുടെ മക്കളിൽ അത് കാണും. ഹല്ലേലൂയ. ദൈവവചനം വിശ്വാസത്തോടെ എടുത്താൽ അതിൻ്റെ അനുഗ്രഹം മറു സൈഡിൽ മുളച്ചു വരും. അത് ആരുടെ ജീവിതത്തിലും അത് വ്യക്തമാണ്. ഞാനത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം സാമുവേലിൻ്റെ പുസ്തകം ഒന്ന് എടുക്കുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു വാക്കാണ്. ഇവിടെ എല്ലാവരും കേട്ടെ, ദൈവവചനവും ദൈവത്തിൻ്റെ വചനത്തിലെ അനുഗ്രഹവും തമ്മിൽ കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ. അതായത് ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. സമ്പത്ത് കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർക്കും, മറ്റേ ആ നോട്ടിൻ്റെ രൂപത്തിലുള്ള മാത്രം ആ സമ്പത്തെന്ന് 2 സമ്പത്തുണ്ട്. എർത്തിലി സമ്പത്തുണ്ട്, നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമായ സമ്പത്തുണ്ട്. ഹെവൻലി ബ്ലെസ്സിങ് ഉണ്ട്, സ്വർഗത്തിലെ അനുഗ്രഹം. ഇത് 2 സമ്പത്താണ്. ഹല്ലേലൂയ. ഇത് 2ഉം എനിക്കും നിങ്ങൾക്കും വേണം ജീവിതത്തിൽ. ഇത് 2ഉം ദൈവം കണക്ട് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഭൂമിയിൽ നമുക്ക് ആവശ്യമായ സമ്പത്തും സ്വർഗത്തിൽ ഹെവൻലി ആയിട്ട് നമുക്ക് വേണ്ട സമ്പത്തും 2ഉം എവിടെയുണ്ട്? ദൈവവചനത്തിനകത്തുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്ന് വായിക്കുകയാണ്. ഇത് കണക്റ്റഡ് ആണെന്ന് എഴുതിയിരിക്കുകയാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, കർത്താവിൻ്റെ വചനം എന്ന് തുടങ്ങിയ വാക്കൊന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് കേൾക്കണം. കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് കേട്ടേ. ഒരാൾ പറയുകയാണ്, ഒരു മിടുക്കനായ ഒരു മനുഷ്യനെ നോക്കിയിട്ട് പറയുവാണ്, അയാൾ വലിയ മിടുക്കനായിരുന്നു, സാവൂൾ. ബൈബിൾ എഴുതിയിട്ടുണ്ട്, വലിയ മിടുക്കന. പക്ഷേ ഇച്ചിരി പ്രായവും ഇച്ചിരി സമ്പത്തും
ചില സ്ഥാനമാനങ്ങളും കിട്ടിയപ്പം ദൈവത്തിൻ്റെ വചനത്തെ പുള്ളി തിരസ്കരിച്ചു, മാറ്റിക്കളഞ്ഞു. എന്തൊക്കെ ജീവിതത്തിൽ വന്നു ചേർന്നാലും ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയരുത്. അത് അനുഗ്രഹത്തിന്റെ ചില വാതിലാണ്, അത് ബോധപൂർവം അടച്ചു കളയരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കൂ, ഒരാൾ രാജാവാകുമ്പോൾ അയാൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, മന്ത്രിമാരുടെ സഹകരണമുണ്ട്, പട്ടാളക്കാർ കാവലുണ്ട്, ഒരു ശത്രുവിനും ഇടിച്ചു കയറാൻ പറ്റാത്ത നല്ല ബലമുള്ള ഒരു കൊട്ടാരത്തിൽ താമസിക്കാം, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ ചെയ്തത്, എല്ലാ സമ്പത്തും വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിക്കളഞ്ഞു. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ, അത് വേണ്ടെന്ന് വച്ചതിനാൽ ഏതും കൂടെ നഷ്ടമായി. അയാൾക്ക് ഭൂമിയിൽ ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളും അയാളിൽ നിന്നും മാറ്റപ്പെട്ടു പോയി. എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ: കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു. പലരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനത്തിന് വില കൽപ്പിക്കാത്തതാണ് അനുഗ്രഹം അവരിൽ നിന്ന് ഒരുപാട് ദൂരെ നിൽക്കാൻ കാരണം. വചനത്തെ നോക്കിയിട്ട് പറയണം: കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു, ആ വചനം ഞാൻ വിശ്വസിക്കുന്നു, ആ വചനം ഞാൻ ആത്മാവിൽ ഏറ്റെടുക്കുന്നു. അത് നിങ്ങളിൽ അനുഗ്രഹത്തിന്റെ തലങ്ങളെ മുളപ്പിച്ചു കൊണ്ടുവരും. ഒന്ന് കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇത് ശ്രദ്ധിച്ച്, ഇതൊരു പ്രസംഗം മാത്രമല്ല, കാരണം ഇതൊരു മനസ്സിലാകേണ്ട യാഥാർത്ഥ്യമാണ്. എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ പറയുവാണ്. ഈ മനുഷ്യൻ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു രാജാവിൻ്റെ കസേരയിലാണ്. നല്ല സ്ഥാനവും മാനവും അംഗീകാരവും ജനങ്ങളും എല്ലാം കൂടെയുണ്ട്. പക്ഷെ അന്നേരം ഒന്നേ ഒഴിവാക്കിയുള്ളൂ. ഏത്? ദൈവത്തിൻ്റെ വചനം അങ്ങ് മാറ്റി. അതോടുകൂടി എന്തും കൂടെ മാറ്റപ്പെട്ടു പോയി. അയാൾക്ക് ഭൂമിയിൽ ആവശ്യമായ നന്മകളും അയാളിൽ നിന്നകന്നു. ഒരാൾ ദൈവവചനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴോ സ്വർഗത്തിലെ വേണ്ട അനുഗ്രഹങ്ങളും ഭൂമിയിൽ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളും അത് രണ്ടും ഒരാളുടെ ജീവിതത്തിൽ ചേർന്നു വരും. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കും. അങ്ങനെ എഴുതിയിട്ടുണ്ട്, സമ്പത്ത് വർഷിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇത്രയും വലിയ ശക്തനായ ഒരു മനുഷ്യനെ നോക്കി 2 സാമുവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു സാക്ഷ്യം എഴുതിയിരിക്കുവാണ്. 2 സാമുവേൽ 1-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ദാവീദ് പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞത്? ശക്തന്മാർ വീണുപോയതും വലിയവന്മാര് വീണുപോയതിനും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? എല്ലാവരും ഒന്ന് കേട്ടെ. ദാവീദ് ഒരാളുടെ ജീവിതത്തെ, ശക്തനായൊരു മിടുക്കന്റെ ജീവിതം തകർന്നു പോയത് കണ്ടിട്ട് എഴുതി വച്ചിരിക്കുകയാണ്: ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? നിങ്ങൾക്കും അറിയണ്ടേ? ശക്തന്മാരായിരുന്ന ആളുകൾ എങ്ങനെ വീണുപോയെന്ന് അറിയണ്ടേ? അതാണ് മുമ്പേ വായിച്ചത്. ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ചതാണ് ശക്തനായ മനുഷ്യൻ വീണുപോയതിനും തകർന്നു പോയതിൻ്റെയും കാരണം. ഒരാൾ തകർന്നു പോകുന്നതിൻ്റെ പിന്നിൽ കാരണമുണ്ട്, ഒരാൾ അനുഗ്രഹിക്കപ്പെട്ട് വളരുന്നതിൻ്റെ പിന്നിലും കാരണമുണ്ട്. ഇപ്പോൾ പ്രസംഗിക്കുന്ന ഈ വചനം നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു കാരണമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടെ, ഇത് എഴുതിയാരെന്നറിയാമോ? ദാവീദ്. ആരെ നോക്കിയിട്ട് എഴുതിയേ? നമ്മൾ ഒരാളെ നോക്കിയിട്ട് പറയുക, പണ്ട് ഒത്തിരി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നൊരു വീടാണ്, ഇപ്പം മക്കളായിട്ടൊക്കെ എല്ലാം തകർന്ന് സ്വഭാവവും ഒന്നിൻ്റെയും കൊള്ളത്തില്ല, സമ്പത്തൊക്കെ പോയി, ഇന്ന് ആകെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുക. നമ്മൾ പറയില്ലേ, 10-20 വർഷം മുമ്പ് എന്തേറെ സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന വീടാ, എങ്ങനെ ജീവിച്ചിരുന്നോരാ, തകർന്നു പോയതെങ്ങനെ? ഇതുപോലെ ദാവീദ് തൻ്റെ പുറകിൽ, തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു മിടുക്കനായ ഒരാളെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്: ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയതും എങ്ങനെ? എന്നുള്ള കാരണമാ തൊട്ടു പുറകിൽ എഴുതിയത്. എന്ത്? അവിടുത്തെ വചനത്തെ തിരസ്കരിച്ചതാണ്,
തകർന്നു പോകാനുള്ള കാരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വച്ചിട്ട് ദൈവവചനത്തെ ഒന്ന്, ദൈവത്തിൻ്റെ വചനമൊന്ന് അതിനെ സ്നേഹിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കരങ്ങളിൽ ദൈവവചനം കാണും, നിങ്ങളുടെ വീടുകളിൽ ദൈവവചനം കാണും. അതിൻ്റെ ഓരോ വാക്കുകളിലും ഓരോ വചനങ്ങളിലും നിങ്ങൾക്കുള്ള വിടുതലിനെ ദൈവം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കുള്ള അനുഗ്രഹത്തെ ദൈവം കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്നറിയാമോ? ദാവീദിനറിയാം, ഒന്നുമല്ലാതിരുന്ന, എവിടെയോ ആടുമേയിച്ച് പറമ്പിക്കൂടെ നടന്നിരുന്ന എന്നെ ഈ ഒരു നിലയിലും വിലയിലും ഉയർത്തിയത് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ദാവീദിനറിയാം. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ തകർന്നു പോയത് എങ്ങനെയെന്ന് എനിക്കിപ്പോൾ അറിയാം. ശൗൽ മിടുക്കനായിരുന്നു, ശക്തനായിരുന്നു, രാജാവായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തെ തിരസ്കരിച്ചപ്പോൾ അയാൾക്കുള്ള ദൈവാനുഗ്രഹങ്ങൾ അകറ്റപ്പെട്ടു പോയി. അങ്ങനെയെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഇന്ന് നിങ്ങളിലേക്ക് ചില പുതിയ നന്മകൾ ഉണ്ടാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചനത്തിലൂടെ നിങ്ങളിൽ ചില നന്മകൾ മുളച്ചു വരട്ടെ. നിങ്ങളുടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ഈ കേൾക്കുന്ന വചനത്തിലൂടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടട്ടെ. ഈ വചനങ്ങൾ നിങ്ങളിൽ അത്ഭുതങ്ങൾ മുളപ്പിച്ചു വരട്ടെ. ചില രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, ചില അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, ചില അത്ഭുത ദൈവ പ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ഉയർന്ന കരങ്ങളോട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. എല്ലാവരും ചേർന്ന് പാടാം. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആ ദൈവവചനമാ വിശ്വസിച്ചെന്ന് പറയാമോ? ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ. മനസ്സിരുത്തി പറഞ്ഞു, എൻ്റെ ഉള്ളിൽ വസിക്കാൻ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ദുരവസ്ഥയൊന്ന് മാറണമെന്ന്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മാറണം, അതിനുള്ള വഴിയാണിത്. അതിനുള്ള വഴി എല്ലാവരും ഇത് വിശ്വസിക്കണമെന്നില്ല. എല്ലാവരും ഇത് ആത്മാർത്ഥമായി ചിലപ്പോൾ അതോ എന്ന് ചിന്തിക്കും, വില കുറച്ച് കാണും. ദൈവവചനം അത്രയും ശക്തിയുള്ള ഒന്നാണ്. നിന്റെ ഇന്നത്തെ ദുരവസ്ഥ മാറാൻ ഈ വചനം മതി. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സങ്കടം മാറാൻ ഈ വാക്കു മതി. അതുകൊണ്ടാണ് ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾക്കണേ. സങ്കീർത്തനം 51 അധ്യായം 11 വാക്യം ഒന്ന് വായിക്കുകയാണ്. സങ്കീർത്തനം 51 അധ്യായം 11 മുതലുള്ള 11 വാക്യം ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാണെന്ന് വായിച്ചേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഇതൊരു ഒരാളുടെ പ്രാർത്ഥന. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാവരും ആരാ ഇത് പ്രാർത്ഥിച്ചെന്നറിയാമോ? ദാവീദ് എന്ന് പറയുന്ന ഒരാൾ രാജാവിന്റെ ഭരണക്കസേരയിൽ ഇരിക്കുമ്പോൾ ഈ ദാവീദ് പറയുക, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അപ്പൊ എന്തേരെ വിലയുണ്ടെന്ന് നോക്കി. ദാവീദ് എന്തിനാ ഇത് പ്രാർത്ഥിച്ചത്? ഇഷ്ടം പോലെ ഭരണവും ഭരിക്കാനുള്ള രാജ്യവും കൊട്ടാരവും പണവും സമ്പത്തും മന്ത്രിമാരും പട്ടാളക്കാർ കാവലിനും യാത്രയ്ക്ക് സൗകര്യങ്ങളും ഇഷ്ടം പോലെ ഭക്ഷണവും കിടക്കാൻ നല്ല സൗകര്യമുള്ള വീടും കൊട്ടാരവും ഒക്കെ ഉള്ളപ്പം എന്തിനാ ഇത് പ്രാർത്ഥിച്ചത്? ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ നീ ഒട്ടും തള്ളിക്കളയരുതേ. അടുത്ത വാക്യം ഒന്ന് വായിച്ച് ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. എനിക്ക് സമ്പത്തുണ്ട്, കൊട്ടാരമുണ്ട്, പട്ടാളക്കാരുണ്ട്, ആളുകളുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. അതെല്ലാം എടുത്തു കളഞ്ഞാലും ഒരെണ്ണം എടുത്തു കളയരുത്. എന്തായത്? അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ എടുത്തു കളയരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. നമ്മൾ ചിലപ്പോൾ ഏറ്റവും നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ വചനത്തെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്,
അങ്ങയുടെ അനുഗ്രഹത്തെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, ദൈവാനുഗ്രഹം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഞാനെന്ന ശുശ്രൂഷകനില്ല, തീർന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കണം, എൻ്റെ ഡയറക്ടർ സ്ഥാനം എടുത്തു കളയരുതേ എന്നല്ല, എന്നെ ഇവിടെ വർഷങ്ങളോളം ഇവിടെ ഇരുത്തണേ എന്നല്ല, അങ്ങയുടെ ആത്മാവിനെയും അങ്ങയുടെ വചനത്തെയും എന്നിൽ നിന്ന് എടുത്തു കളയല്ലേ. ദാവീദ് എന്തിനാ ഇത് പ്രാർത്ഥിച്ചത്? ദാവീദ് കണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചു. കൺമുമ്പിൽ തൊട്ടു പുറകിലുള്ള സൗൽ ശക്തനായിട്ടും തകർന്നു പോയത് ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചത് കൊണ്ടാണെന്ന് ദാവീദ് മനസ്സിലാക്കിയിട്ട് ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ഈ അനുഗ്രഹം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ ഞാനില്ല, അങ്ങയുടെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, പറഞ്ഞ് ഹല്ലേലൂയ. അത്രയും ശക്തമാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ കരങ്ങളൊന്ന്, ഒരു കരം ഉയർത്തി വചനം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് സങ്കീർത്തനം 51:11 ഒന്നുറക്കെ വായിച്ചേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, എന്നെ എന്റെ കുടുംബത്തെ തള്ളിക്കളയരുതേ. ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് നിലത്താണോ നിലത്തിരുന്ന് ഈ വചനം ഒന്ന് പറഞ്ഞ്. ദാവീദ് നമ്മളെ പോലെ ഒരാളല്ല കേട്ടോ, ഒരു രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവ്, നിലയും വിലയുമുള്ള ഒരു വലിയ മനുഷ്യൻ പറയുക ദൈവസന്നിധി വന്ന്, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേന്ന്. നമ്മളാണ് ചോദിക്കില്ലേ, ദൈവം തള്ളിക്കളഞ്ഞ എന്താ കുഴപ്പം? ഇഷ്ടം പോലെ സമ്പത്തും വീടും ചുറ്റുപാടും കൊട്ടാരവും ഒക്കെ ഇല്ലേ? ദൈവം തള്ളിക്കളഞ്ഞ എന്താ പക്ഷെ? തള്ളിക്കളയുന്ന ഒരു തള്ളിക്കളയട്ടെ. അങ്ങനല്ല, ദൈവം തള്ളിക്കളഞ്ഞാൽ ഞാൻ ഒന്നും അല്ലാതായി പോകും എന്ന് ദാവീദിന് അറിയാം. ഒന്നും അല്ലാതായി പോയി. തൊട്ടു പുറകിൽ ഒരാൾ അത് കണ്ടിട്ടാ പറഞ്ഞത്, എന്നെ അങ്ങേ സന്നിധി തള്ളിക്കളയരുതേ എന്നൊന്ന് പറഞ്ഞേ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ, എടുത്തു കളയരുതേ, എടുത്തു കളയരുതേ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് എത്ര എങ്ങനെയൊക്കെ പറഞ്ഞു കാലം എന്തൊക്കെ വന്നാലും ദൈവത്തെയും ദൈവവചനത്തെയും വിട്ട് കളയരുത്. അത് കളയുമ്പോഴാ നമ്മൾ ഒന്നുമല്ലാണ്ട് ഉണങ്ങിയ മരം പോലെ ആകണത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്തൊക്കെ വിട്ടുകളഞ്ഞാലും ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ഞാൻ വിട്ട് കളയത്തില്ല. ഹല്ലേലൂയ. ഇത് സ്വീകരിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിശ്വസിച്ചേറ്റെടുക്കുന്നെങ്കിൽ. ദാവീദ് ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചിട്ട് എന്നാ കിട്ടിയെന്ന് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ദാവീദിനോട് ദൈവം പറയുന്നൊരു വാക്കാണ്. 1 സാമുവേൽ 7-ാം അധ്യായം 2 സാമുവേൽ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 2 സാമുവേൽ 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, 3-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ദൈവവചനം സ്വീകരിച്ച ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. ദൈവവചനം എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ദൈവമേ, നിന്റെ ആത്മാവിനെ എല്ലിന്ന് എടുത്ത് കളയരുത്. എനിക്ക് കൊട്ടാരമുണ്ട്, വീടുണ്ട്, പറമ്പുണ്ട്, ആളുകളുണ്ട്, മന്ത്രിമാരുണ്ട്, പട്ടാളക്കാർ, കാവൽ, അതൊന്നും എനിക്ക് വിഷയമല്ല. അതുകൊണ്ടേലും ഇല്ലേലും വിഷയമില്ല. പക്ഷേ നിന്റെ ആത്മാവിനെ എടുത്ത് കളയരുത്, എന്നെ തള്ളിക്കളയരുത്. അങ്ങനെ പ്രാർത്ഥിച്ചു ദാവീദ് എങ്ങനെയാ മുന്നോട്ട് പോയത്? ദാവീദ് മേൽക്കുമേൽ എങ്ങനെ വായിച്ചേ, എങ്ങനെ മേൽക്കുമേൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമില്ലേ? ഞങ്ങൾ ഒന്നിനൊന്നിന് താഴോട്ടാ പോണത്. ഒന്ന് മേൽക്കുമേൽ ഉയരണമെന്ന് ആഗ്രഹമുണ്ട്. ഉയരണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും കേട്ടെ, ദൈവത്തെയും ദൈവവചനത്തിനും വില കൊടുത്ത ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞു ഹല്ലേലൂയ. എത്ര കുടുംബങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്? ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ബിസിനസ് മേൽക്കുമേൽ ശക്തി പ്രാപിക്കണമെന്ന്. മേൽക്കുമേൽ ശക്തി പ്രാപിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. അത് വില കൊടുത്ത് മേടിച്ചോണ്ട് വന്ന് അകത്ത് വെച്ച് ബെറ്റ് ചെയ്താൽ വിജയം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെയോ ദൈവത്തെയും ദൈവവചനത്തെയും വിശ്വസിച്ചേറ്റെടുക്കുന്നവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. 2, ദൈവത്തെയും ദൈവവചനത്തെയും തിരസ്കരിച്ച മിടുമിടുക്കൻ സാവൂളിനോ, അത് അടുത്ത വാക്യം, സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു, തകർന്നുകൊണ്ടിരുന്നു. ആരാ സാവൂൾ? തകരാൻ കാരണം എന്നാ? പണം ഉണ്ടായി, കൊട്ടാരം വന്നു, ആളും ബലവും വന്നപ്പം
ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചവനാ സാവൂള്. എന്നിട്ട് കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്നാണോ? അവന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിനും ദൈവവചനത്തിനും പ്രാധാന്യം കൊടുത്ത ദാവീദിന്റെ കുടുംബമോ അടിക്കടി ഉയർന്നു വന്നു. ഇതെന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നടക്കുന്ന കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒന്ന് കേട്ടെ, നമ്മളെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ കണ്ടില്ലേ, ചില തുണിക്കടയുടെ മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, തുണി എടുക്കാൻ ചെന്നപ്പോൾ അവിടെ താൽക്കാലികമായി അടച്ചു വച്ചിട്ട് എഴുതിയിരിക്കുക റീ ഓപ്പണിംഗ് സൂൺ. 1-2 ആഴ്ച കഴിയുമ്പോൾ ഇത് റീ ഓപ്പൺ ചെയ്യും. നേരത്തെ ആ കട ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് കുറച്ച് റിപ്പയർ വർക്ക് നടക്കുവാണ്, ടൈൽസ് ഇടുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വിസ്തീർണം കൂട്ടി കുറച്ചുകൂടെ സൗകര്യത്തിൽ കൊണ്ടിട്ട് പുറത്തൊരു ബോർഡ് വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ ജനുവരി 12 റീ ഓപ്പണിംഗ് ഉണ്ട്, റീ ഓപ്പണിംഗ് സൂൺ. എന്നെ ദൈവവചനത്തിലൂടെ കേൾക്കുന്ന, തകർന്നിരിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റീ ഓപ്പണിംഗ് ഉണ്ടാകും. റീ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും തുറക്കുകയാണ്. ഒരിക്കൽ കൂടി ചില കാര്യങ്ങളൊക്കെ തിരുത്താനുണ്ടായിരുന്നു, ചില കേടുപാടുകളൊക്കെ നന്നാക്കാനുണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. റീ ഓപ്പണിംഗ്. ദൈവം ഒരിക്കൽ കൂടി ഒരു തുടക്കം തരും. എനിക്ക് എല്ലാവരും എന്നെ ഒന്ന് കേൾക്കണം, ശ്രദ്ധിക്കണം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താ? ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ എൻ്റെ ഇരിക്കുന്ന കസേര അവിടെ എന്നും ഉണ്ടാകണേ, ഞാൻ മരിക്കുന്നവരെയും രാജാവായിട്ടിരിക്കണേ, എൻ്റെ ബന്ധുക്കളെല്ലാം എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണം, എൻ്റെ സമ്പത്ത് പോകരുതെന്നും പ്രാർത്ഥിച്ചില്ല. എന്നതാ പ്രാർത്ഥിച്ചത്? ദൈവമേ നീ എന്നെ തള്ളിക്കളഞ്ഞേക്കരുത്, നീ എന്നെ തള്ളിക്കളയരുത്. പിന്നെയോ നിന്റെ ആത്മാവ് ഒരിക്കലും എന്നിൽ നിന്ന് എടുത്തോണ്ട് പോകല്ല. നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ അനുഗ്രഹം എന്നിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് എടുത്തു കളയരുത് എന്ന്. അതവിടെ ഇരുന്നാലോ ഈ സംഭവം നടക്കും. ദാവീദ് മേൽക്കുമേൽ മേൽക്കുമേൽ എന്ത് പ്രാപിച്ചു? ശക്തി പ്രാപിച്ചു. മിടുക്കനായി വന്നു. പുറകിൽ കാരണമുണ്ട്. വേറൊരുത്തൻ മിടുക്കനായിരുന്നു, സൗൾ. സൗളിനെ നോക്കിയിട്ട് ദാവീദ് പറഞ്ഞത്, ശക്തന്മാർ വീണുപോയതും ആയുധങ്ങൾ ഫലിക്കാതെ വന്നതും എങ്ങനെയാ? ദൈവവചനത്തെ തിരസ്കരിച്ചു. അപ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ താഴെ പോയി. അതാ എഴുതിയിരിക്കുന്നത്. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു പോന്നു. നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ അടിക്കടി ക്ഷയിച്ചു പോകേണ്ടവരല്ല, അടിക്കടി ഉയർന്നു വരണം, മേൽ ശക്തി പ്രാപിക്കണം. എങ്ങനെ എഴുതിയിരിക്കണം? മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം. വിശ്വസിക്കുന്നവർ അത് ഏറ്റെടുത്തിട്ട് ഒരു ആമേൻ പറഞ്ഞു ഉറക്കിയൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മേൽക്കുമേ ശക്തി പ്രാപിച്ചു. ഇനി ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത ദാവീദിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞൊരു വാക്ക് മറക്കരുത്. 2 സാമുവേൽ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. 7-10 മറക്കരുത്. ഇന്നത്തെ നട്ടെല്ലാണ്, ഇന്നത്തെ കീ പോയിന്റ് ആയി വാക്യം. ദാവീദിനെ നോക്കിയിട്ട് പറഞ്ഞ വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേട്ട്. ദൈവം പറയുവാണ്, ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. ഒന്നും കൂടെ വാക്യം കേട്ടെ. ആരാണ്? എൻ്റെ ദൈവമേ നിന്റെ ആത്മാവിനെ എന്നെ എടുത്തു കളയരുതേ, എന്നെ നിന്റെ സന്നിധി ഉപേക്ഷിക്കരുതെന്ന് പ്രാർത്ഥിച്ച ദാവീദിനോട് പറയുകയാണ്, ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ ഉന്നതനാക്കും. ഏതുപോലെ? മഹാത്മാക്കളെ പോലെ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്? പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരെ, പ്രാർത്ഥിക്കുന്ന യുവതി യുവാക്കളെ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ ഉന്നതരാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വാക്കാ കുഞ്ഞെ നിന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദാവീദ് പറഞ്ഞു, ദാവീദിനോട് ദൈവം പറഞ്ഞു, ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ ഉന്നതനാക്കും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ വിഷയം വെച്ച്. എല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ നിന്നേ. ദൈവം തന്നതല്ലാതെ ഒന്നും എനിക്കില്ല, ദൈവം തരാത്തതായി ഒന്നും, ദൈവം തന്നതല്ലാത്ത ഒന്നും എന്നിലില്ല. ഈ ആലയം ദൈവം തന്നതാ, ഈ ജനം ദൈവം ഞങ്ങൾക്ക് തന്നതാ, ഈ കുടുംബങ്ങൾ, ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം ദൈവം തന്നതാ. പ്രാർത്ഥിക്കാൻ കർത്താവേ, കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ.
ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. മനസ്സിലാവാക്കു പറഞ്ഞേ. എൻ്റെ കുടുംബമാണ് ഇന്ന് ആകെ തകർന്നും വിഷമിച്ചും പറഞ്ഞാൽ കേൾക്കാത്ത മക്കളും, ഒന്നിനും ഒരു ഉയർച്ചയില്ല, സാമ്പത്തികം തകർന്നു കിടക്കുന്നു, ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനം ഒന്ന് ചേർത്ത് വെച്ച് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അപ്പോ ആ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് വായിക്കുമ്പോൾ ഒരു കാരണമുണ്ട്. ഈ ദാവീദിനറിയാം, ആടു മേയ്ച്ചിരുന്ന എന്നെ ശക്തനാക്കിയതും മേൽക്കുമേൽ ശക്തി പ്രാപിച്ചതും ഈ ദൈവത്തിന്റെ കാരുണ്യമാണ്. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, കൊട്ടാരം പോയാലും നാട്ടുകാർ പോയാലും എൻ്റെ ജനങ്ങൾ എന്നെ എതിർത്താലും ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ, നിന്റെ ആത്മാവിനെ എടുത്തു കളഞ്ഞേക്കല്ലേ എന്ന് പുള്ളി അവിടെ നിന്ന്, ആ മനുഷ്യൻ അവിടെ നിന്ന് ശിരസ് കുമ്പിട്ട് എളിമയോടെ പ്രാർത്ഥിച്ചു. ഇതുപോലെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. സാവൂൾ ഭയങ്കര മിടുക്കനായിരുന്നു കേട്ടോ, വലിയ പുലിയായിരുന്നു, വലിയ സംഭവമായിരുന്നു, കേമനായിരുന്നു പുള്ളി. പക്ഷെ പണവും പ്രതാപവും ആളും അർത്ഥവും വന്നപ്പം ദൈവത്തിന്റെ വചനത്തെയും പുള്ളി തിരസ്കരിച്ചു. എന്നിട്ട് എന്താ ഗുണമുണ്ടായത്? എന്താ പ്രശ്നം ഉണ്ടായത്? സാവൂളിന് മാത്രമല്ല, സാവൂളിന്റെ കുടുംബം പോലും അടിക്കടി ക്ഷയിച്ചുകൊണ്ടേയിരുന്നു, തകർന്നുകൊണ്ടിരുന്നു. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ച ദാവീദ്, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. ആരാധിക്കുന്ന നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. ദൈവവചനം ആത്മാവിൽ ഏറ്റെടുക്കുന്ന നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. അത് ശുശ്രൂഷയിലാണേലും, അത് കുടുംബ ജീവിതത്തിലാണേലും, അത് ഭൗതിക മണ്ഡലത്തിലാണേലും മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി പിടിച്ച് എല്ലാവരും ചേർന്ന് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. മേൽക്കുമേൽ ശക്തി പ്രാപിക്കും, മേൽക്കുമേൽ ശക്തി പ്രാപിക്കും, മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. ഇവരുടെ ജീവിതത്തിൽ വചനത്തിന്റെ അഭിഷേകം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഈ സമയത്ത് ഒരു വാക്ക്. സാവൂൾ വലിയ കഴിവുള്ളവനും വലിയ കേമനൊക്കെ ആയിരുന്നു. പക്ഷെ വലിയ ശക്തനാണെങ്കിലും പുള്ളി താഴെ പോയതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ദൈവത്തിൻ്റെ വാക്കിനെയും ദൈവത്തെയും മാറ്റിക്കളഞ്ഞു. നിങ്ങൾക്ക് നാളെ പണം വരും, വീട് വരും, സാഹചര്യങ്ങൾ വരും, ബന്ധങ്ങൾ വരും. ഇന്നത്തെയൊക്കെ അങ്ങ് മാറിക്കഴിയുമ്പം, എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പം ദൈവത്തെയും ദൈവവചനത്തെയും മറക്കരുത്. ദാവീദിൻ്റെ ഒരു നല്ലൊരു പ്രത്യേകത എന്നറിയാമോ? കൊട്ടാരത്തിലിരിക്കുമ്പോഴും ദാവീദ് പറയും, ആട്ടിടയനായി നടന്ന എന്നെ ഈ കസേരയെ കൊണ്ട് ഇരുത്തിയത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരൊന്നുമല്ല, എൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ അടുത്ത് നിന്റെ ആത്മാവിനെ തള്ളിക്കളഞ്ഞേക്കരുത്, ഞാൻ ഇല്ലാണ്ടായി പോകും. നിങ്ങൾ ഒന്ന് കണ്ണുകൾ അടച്ചിട്ട്, ദൈവത്തെയും ദൈവവചനത്തെയും തിരസ്കരിച്ച സാവൂളിൻ്റെ കുടുംബം അടിക്കടി ക്ഷയിച്ച് തകർന്നുപോയി. കുടുംബം തകർന്നിരുന്ന ആരെങ്കിലും ഉണ്ടോ? ജീവിതം തകർച്ചയിലേക്ക് കൂപ്പുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് മീഡിയയിലൂടെ കാണുന്ന ആരെങ്കിലും അങ്ങനെ വിഷമിച്ചാണോ ഇരിക്കുന്നത്? ദാവീദിന്റെ കുടുംബം പോലെ മേൽക്കുമേൽ ശക്തി പ്രാപിക്കണോ? ദാവീദ് പ്രാർത്ഥിച്ചു, എളിമയോടെ പ്രാർത്ഥിച്ചു. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ രാജ്യം ഭരിക്കുന്നവനാണ് എന്നും പറഞ്ഞ കേമത്തരം വിളിച്ചു പറയുമല്ല. എളിമയോടെ ആ മനുഷ്യൻ തലകുനിച്ചു ദൈവത്തോട് പറഞ്ഞു, നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്, നിന്റെ ആത്മാവിനെ എടുത്തു കളയരുത് എന്ന് പ്രാർത്ഥിച്ചു. ആ ദാവീദിനെ ഭൂമിയിലെ മഹാത്മാക്കളെ പോലെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നു. അവന്റെ കുടുംബമോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. നിങ്ങളുടെ കുടുംബത്തെ എല്ലാം ഒന്ന് മനസ്സിൽ കണ്ടേ. മക്കൾ, ജീവിത പങ്കാളി അടിക്കടി ക്ഷയിച്ചുകൊണ്ടിരിക്കുവാണോ അതോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുവാണോ? അടിക്കടി ക്ഷയിച്ചുകൊണ്ടായിരിക്കുന്നെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് കൊടുത്തു പറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബവും ക്ഷയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും എനിക്ക് കാര്യം മനസ്സിലായി, എൻ്റെ ദൈവത്തെയും ദൈവവചനത്തെയും ഞാൻ മുറുകെ പിടിക്കുന്നു, എൻ്റെ ദൈവത്തിന്റെ വചനം ഞാൻ സ്നേഹിക്കുന്നു, ആ വചനത്തിൽ ഞാൻ ജീവിതത്തെ കൊടുക്കുന്നു.
നിങ്ങളത് വിശ്വസിച്ച് പറഞ്ഞാൽ വചനത്തിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ കാണാൻ തുടങ്ങും. വചനത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. പ്രാർത്ഥിച്ച ആരാധിച്ച വചനങ്ങൾ, പ്രാർത്ഥനയിൽ എടുത്ത വചനങ്ങൾ നിങ്ങളുടെ മക്കളിൽ അത് വെളിപ്പെടാൻ തുടങ്ങും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സാവൂളിന്റെ കുടുംബം പോലല്ല, ദാവീദിന്റെ കുടുംബം പോലെ, ദാവീദിന്റെ കുടുംബം പോലെ മേൽക്കുമേൽ മേൽക്കുമേൽ ശക്തി പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറട്ടെ. ഇപ്പോൾ പാട്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവ മഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. ആമേൻ. വിശ്വസിച്ചാൽ ദൈവ മഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവ മഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ചപ്പോ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആമേൻ. ഒരു നിമിഷം ഒന്നും കൂടി ഒന്നിരിക്കാമോ? ഒന്നിരിക്കും. നമ്മൾ തുടർന്ന് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് കേൾക്കുക. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ആരുടെ സാന്നിധ്യമാണ്? അവിടെ ആരുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സ്വർഗം സ്വർഗമായത്? ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സ്വർഗം സ്വർഗമായത്. നരകം നരകമായതിന് കാരണമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതാണ് നരകത്തെ നരകമാക്കിയത്. സ്വർഗത്തെ സ്വർഗമാക്കിയത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങളുടെ വീടിനെ അനുഗ്രഹമുള്ളൊരു കുടുംബമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അങ്ങനെ ആ സാന്നിധ്യം വരുമ്പോൾ നിങ്ങൾ പറയും, ദാവീദിനെ പോലെ മേൽക്കുമേൽ ഞങ്ങൾ ശക്തി പ്രാപിക്കും. അത് ഇല്ലാതാകുമ്പോഴോ എന്തു ചെയ്താലും അടിക്കടി പരാജയം, ക്ഷയിച്ചുകൊണ്ടിരിക്കും. ആരോടൊക്കെയോ ദൈവം പറഞ്ഞൊരു വാക്കാ, ഭൂമിയിലെ മഹാത്മാക്കളെ പോലെ നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ഉന്നതന്മാരാക്കും. അത്രയും കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഞാനൊരു വചനം ഒന്ന് വായിച്ച്, ഇന്നത്തെ തലമുറ രക്ഷപ്പെടാൻ എന്തു വേണമെന്നറിയാമോ? ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, ഐഫോണുണ്ട്, ലാപ്ടോപ്പുണ്ട്, സംവിധാനങ്ങളുണ്ട്, മുറിയുണ്ട്, ബാത്റൂം അറ്റാച്ച് റൂമാണ്, എല്ലാ സൗകര്യമുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടും വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ മക്കളിൽ പോലും കാണുന്നില്ല. എന്നാൽ അവർക്ക് വേണ്ടത് ഐഫോണിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ദൈവം അത് കൊടുത്താൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവ സാന്നിധ്യമാണെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലൊക്കെ നല്ല ഭാവിയും ജീവിതവും ഒക്കെ തരുന്നത് ഐഫോണിൻ്റെ സാന്നിധ്യമല്ല, ദൈവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും സാന്നിധ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 100 കോടിയിലധികം ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾ നമ്മൾ അറിഞ്ഞ ദൈവത്തെ അറിയണമെന്നൊന്ന് ആഗ്രഹിക്കണം. ആ ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെന്ന്. എന്തിനാ ഈ ബൈബിളിൽ ഇങ്ങനൊരു വാക്ക് എഴുതിയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായി. എന്ന് പറയുകയാണ്, റോമാലേഖനത്തിൻ്റെ 10-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു, 8-ാം അധ്യായം 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, എല്ലാവരും ഒന്ന് കേൾക്കണേ, ഒരുപാട് സ്നേഹം കണ്ടവരാ നമ്മൾ, ഒരുപാട് സ്നേഹങ്ങൾ അതെല്ലാ ഭാഗത്തു നിന്നും കണ്ടവരാ നമ്മൾ, അനുഭവിച്ചവരാ നമ്മൾ. ഇന്ന് ആരെയും നമുക്ക് വിശ്വാസം ഇല്ല. കാരണം പല സ്നേഹങ്ങളും ചതിയും വഞ്ചനയും കള്ളത്തരവും ഒക്കെ ആയിരുന്നു എന്ന് എപ്പോഴൊക്കെയോ എവിടെയോ വച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ഇതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ സ്നേഹം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു ചിന്തിക്കുന്നവരുണ്ട്. ഇതെന്തൊരു ഭ്രാന്ത് സ്നേഹമാണ് ഈ മനുഷ്യൻ്റെത്. ഇത്രയും സ്നേഹം ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടാ. ഇതെന്തൊരു സ്നേഹം, നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ?
നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? നിങ്ങളെന്താ ഒരു ഭ്രാന്തായി സ്നേഹിക്കണത്? ഒരു മീഡിയത്തിൽ സ്നേഹിച്ചാൽ മതി. അധികം സ്നേഹം എല്ലാവർക്കും ഇഷ്ടമല്ല. സ്നേഹം ഇഷ്ടമാണ്, പക്ഷെ അധികമായാൽ അത് പ്രശ്നമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നോക്കിയാലും ഞാൻ മാറിപ്പോകരുത്. ഇനി എന്തൊക്കെ ഉണ്ടായാൽ മാറിപ്പോകല, അത് എഴുതിയിട്ടുണ്ട്. ക്ലേശം ഉണ്ടായാലും, ദുരിതം ഉണ്ടായാലും, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇത്രയും 7 കാര്യമുണ്ട്. 7 കാര്യം വന്നാലും ഈ സ്നേഹത്തിൽ ഇതിന് 4ലൊന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയെ നിർത്തി ദൈവത്തിൽ നിന്നും പള്ളിയിൽ പോകാത്ത ആളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ പൗലോസ്ലീഹ പറഞ്ഞു, ഇനി പ്രശ്നം വന്നാലും, ആപത്ത് വന്നാലും, വാള് വന്നാലും, ദുരിതം വന്നാലും, കഷ്ടപ്പാട് വന്നാലും, ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ മാറ്റും? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് എന്നാ കണ്ടിട്ടാണ് എഴുതിയേ? ഏതോ ഒരു സ്നേഹത്തെ നോക്കിയിട്ടാണ് ഇതെഴുതിയത്. ഞാൻ പൗലോസ്ലീഹ ഇത് എഴുതാൻ ഏതൊക്കെ സ്നേഹത്തെ നോക്കിക്കാണും ഒന്ന് വേഗത്തിൽ പറയുകയാണ്. പൗലോസ്ലീഹ മനസ്സിൽ കണ്ട സ്നേഹം ഇതായിരിക്കും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ ആളുകളെല്ലാം കൂടെ ഒരു പകൽ സമയത്ത് ഓടിച്ച് കല്ലുമായിട്ട് ഓടി വന്ന് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അവളെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ പുള്ളിക്കാരത്തിനെ കല്ലെടുത്ത് ഇവിടെ വച്ച് ഒരു പേപ്പട്ടിയെ പോലെ കൊല്ലണമെന്നാണ് മോശ പറഞ്ഞിട്ടുള്ളത്. നിന്നെ എന്നാ പറയുന്നു എന്ന് ചോദിച്ച് ഒരാളെ എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ യേശു അത്രയും പാപിയായിരുന്നിട്ട് കൂടി അവൾക്ക് വേണ്ടി നിലനിന്ന ഒരു യേശുവിനെ ഇതെഴുതിയപ്പോൾ പൗലോസ്ലീഹ മനസ്സിൽ കണ്ടു. നമ്മളാണെ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അടിച്ച വേലിക്കകത്ത് കയറ്റൂല, നമ്മുടെ പറമ്പിൽ പോലും കയറ്റൂല. അത്രയും മോശപ്പെട്ട ഒരു സ്ത്രീയാ. നിങ്ങൾ ആ മനുഷ്യരോ ആ സ്ത്രീയോട് മിണ്ടിയേക്കരുത് കേട്ടോ എന്ന് നമ്മുടെ വീട്ടിലെ ചിലരോട് നമ്മൾ താക്കീത് കൊടുക്കും. ഇനി അഥവാ പ്രാർത്ഥനക്കാരനാണെ പറയും, അങ്ങനെയുള്ളവരോടൊന്നും പോയി കൂട്ടുകൂടണം, നിന്റെ അഭിഷേകം ഒലിച്ചു പോകൂടാ, നിന്റെ അഭിഷേകം ഇറങ്ങിപ്പോകൂടാ, കുഞ്ഞെ മിണ്ടിപ്പോയേക്കരുതെന്ന് പറയും. അത്രയും തകർന്ന ഒരു സ്ത്രീയെ സകലരും എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞപ്പം, എന്നാൽ ഞാനും കൂടെ ഒരു കാലം എനിക്കും കൂടെ കൊണ്ടുപോടാ, ഞാനും കൂടെ എറിയാം, മോശ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നല്ല. അത്രയും പേരെ ഒറ്റപ്പെടുത്തിയ ആ ഒരു സ്ത്രീയെ യേശു ഒരു പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിച്ചത് കണ്ടിട്ട് പൗലോസ്ലീഹ റോമാലേഖനം എഴുതിയപ്പോൾ പറയുക, ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ പറ്റൂല. ആപത്തല്ല, പട്ടിണിയല്ല, വാളല്ല, യുദ്ധമല്ല, നാട്ടുകാരല്ല, വീട്ടുകാരല്ല, ഇനി ആരായിക്കോട്ടെ, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പൊ വേറൊരു സ്നേഹം ഇനി എന്തായിരിക്കും പൗലോസ്ലീഹ കണ്ടത്? ഇനി വേറൊരു സ്നേഹമുണ്ട്. ധൂർത്തപുത്രൻ ഉള്ള സമ്പത്ത് നശിപ്പിച്ച് എവിടെയൊക്കെയോ പോയി കിടന്ന് കോലോം തെറ്റി ഇന്ന് ഭ്രാന്തനെ പോലെ, ഒരു തനി ഭ്രാന്തനെ പോലെ വീട്ടിലേക്ക് അലക്കാതെയും കുളിക്കാതെയും കയറി വരുമ്പോൾ ഇതാ ഒരാൾ അവനെ ചേർത്ത്, ചങ്കോട് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. ആ സ്നേഹത്തെ നോക്കിയിട്ടാണ് റോമാലേഖനം 8-ാം അധ്യായം പൗലോസ്ലീഹ പറഞ്ഞത്, ആ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ പറ്റില്ല. ആർക്കും. ഈ സ്നേഹത്തിന്റെ പ്രത്യേകതയുണ്ട്. എന്താണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത? ബൈബിളിൽ ഇത്രയും കനമുള്ള എത്രയോ കടലാസുണ്ട്. ഇതിലെവിടെയും എഴുതിയിട്ടുണ്ടോ ദൈവം പിണങ്ങി? എഴുതിയിട്ടുണ്ടോ? ഇല്ല. ദൈവം മിണ്ടാതെ മുഖം വീർപ്പിച്ചിരുന്നു 2 ദിവസത്തേക്ക്. എഴുതിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലുള്ളവരെ എല്ലാം കൊട്ടപ്പിടി സ്നേഹിച്ചിട്ടും പലപ്പോഴും അവർ മുഖം വീർപ്പിച്ചായിരിക്കുന്നേ. മിണ്ടാൻ തന്നെ മടിയാ. ഒന്ന് മിണ്ടിക്കണേ പെടുന്ന പാട്, ഒന്ന് എന്തുവാ സാരില്ല പോട്ടെ എന്ന് പറഞ്ഞാലും ഈച്ച കുത്തി പോലെ ഇരിക്കുന്നേ. നമുക്കൊക്കെ എന്ത് പാടാ ഒരാളെ ഒന്ന് ചിരിപ്പിക്കാൻ. നല്ല ഡ്രസ്സ് എടുത്തു കൊടുത്തു, ഫുഡ് മേടിച്ചു കൊടുത്തു, ഒരു യാത്ര പോയി, എന്നാലും മുഖം തെളിഞ്ഞിട്ടില്ല. പക്ഷെ ഇതാ ഒരു ദൈവത്തിൻ്റെ സ്നേഹം, പിണങ്ങാത്ത, മുഖം ഈച്ച കുത്തിയ പോലെ ആകാത്ത ആ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ സ്നേഹത്തിൻ്റെ പ്രത്യേകത? വ്യവസ്ഥകളില്ല. അറിയാവോ? ദൈവത്തിൻ്റെ സ്നേഹത്തിന് എന്തില്ല? വ്യവസ്ഥയില്ല. അത് ഒരു പാട്ട് തന്നെയുണ്ട്, ഏതൊരവസ്ഥ വ്യവസ്ഥയില്ല. പാടല്ലേ, അതിനു മുമ്പ് പറയട്ടെ. വ്യവസ്ഥകളില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ വ്യവസ്ഥകളില്ല എന്ന് പറഞ്ഞാൽ? നമ്മളാണെ പറയില്ലേ, നീ ഇന്ന കാര്യം ചെയ്തുകൊണ്ട് ഇനി തൊട്ട് ഇവിടെ ശുശ്രൂഷയില്ല, അത് വ്യവസ്ഥയാണ്. നീ എന്നെ അപ്പുറത്തുനിന്ന് മാറി എന്ത് വർത്തമാനാണ് നീ ആ ഫോണിൽ കൂടെ ഒക്കെ പറഞ്ഞത്?
ഇനി നീ ശുശ്രൂഷ നിനക്കില്ലേ, ശുശ്രൂഷ ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, പോകും. അതാ വ്യവസ്ഥ. എന്നോടൊരു ദോഷം ചെയ്തവനെ ഞാനിവിടുന്ന് ഓടിക്കാൻ നോക്കും. അത് മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷെ ദൈവമോ, എന്തൊക്കെ ചെയ്താലും ദൈവമേ തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, അങ്ങനെ ആയിപ്പോയി. ദാവീദ് അങ്ങനെയാ പറഞ്ഞേ. ദാവീദ് ഒരു തെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ തള്ളിക്കളയല്ലേ, നിന്റെ ആത്മാവിനെ എടുത്തു കളയല്ലേ, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം. ദാവീദ് പറഞ്ഞു. അപ്പോഴാ ദാവീദിൻ്റെ ജീവിതം അനുഗ്രഹമായത്. ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ കണ്ടിട്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റും. ഇതുപോലെ പണ്ടുകാലത്ത് കുഷ്ഠരോഗിയുടെ ശരീരം മുഴുവൻ ചൊറി പോലെ കുഷ്ഠം വന്നിരിക്കുന്ന, അവയവങ്ങൾ പോലും പഴുത്ത് മുറിഞ്ഞു പോകുന്ന രോഗമുള്ള, കണ്ടാൽ ഈ വഴിയെ കുഷ്ഠരോഗി വന്നാൽ ആളുകൾ അപ്പുറത്തെ വഴി കൂടെ നാട് പിടിക്കും, വീട്ടിൽ പോകും. അങ്ങനെയുള്ള ഒരു കുഷ്ഠരോഗി യേശുവിനോട് ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ തൊടുവൊന്നും വേണ്ട, ശുദ്ധനാക്കാൻ പറ്റും. അവിടെ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. യേശു കൈ നീട്ടി അവനെ, ആരും തൊടാൻ അറയ്ക്കുന്ന ശരീരമാ, മണമാ, ദുർഗന്ധം, അന്നത്തെ കാലമാണ്, ചരിത്രം വായിച്ചറിയാം. അവനെ യേശു കൈ നീട്ടി തൊട്ടിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. ആരും തൊടാത്തവനെ തൊട്ടു, ആരും ചേർത്ത് പിടിക്കാൻ ഇഷ്ടപ്പെടാത്തവനെ ചേർത്ത് നിർത്തി, ആരും ആരും നിലകൊള്ളാൻ ഇല്ലാത്തവർക്ക് വേണ്ടി നിലകൊണ്ടു. ഇതെല്ലാം കണ്ടിട്ടാണ് പൗലോസ്ലീഹ റോമാലേഖനത്തിൽ എഴുതിയത്, ഈ സ്നേഹത്തിൽ നിന്ന്, ഒന്ന് വായിച്ചേ, ഈ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും, ആരും മാറ്റൂല. എന്തൊക്കെ വന്നാലും മാറില്ല. അടുത്ത വാക്ക്, ക്ലേശം വന്നാലും, ദുരിതം വന്നാലും, പീഡനം വന്നാലും, പട്ടിണി വന്നാലും, നഗ്നത വന്നാലും, ആപത്ത് വന്നാലും, വാളു വന്നാലും, ഇത്രയും വലിയ പ്രശ്നങ്ങൾ കൊടുകുത്തി വാണാലും, ഈ ബാക്കി എല്ലാത്തിൽ നിന്നും ഞാൻ ചിലപ്പോൾ മാറിയായിരിക്കാം, ഈ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. ആ സ്നേഹമാണ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അത് പിണങ്ങത്തില്ല. പലരും പിണങ്ങും, ചിലർ മുഖം വീർപ്പിച്ചു പോകും, പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ആ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മൾ ഈ 1000 പേര് അറിഞ്ഞാൽ പോരാ, ഇന്ത്യ മഹാരാജ്യത്തെ 100 കോടിയിലധികം വരുന്ന ജനങ്ങളും എന്നേലും കാലത്ത് അറിയാൻ ഇടവരണമെന്നൊരാഗ്രഹമുണ്ട്. എന്നേലും കാലത്തായിക്കൊള്ളട്ടെ. ഈ ദൈവത്തിൻ്റെ സ്നേഹം, ഇതുപോലെ സ്നേഹിക്കുന്നൊരു ദൈവം വേറെ എവിടെയില്ല. ഈ സ്നേഹിക്കുന്ന ദൈവമാണ് ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം. ഒരു വിശുദ്ധ പറഞ്ഞു, കുരിശിൽ നോക്കുമ്പോൾ എനിക്ക് വേണ്ടി കുരിശിൽ കിടക്കുന്ന യേശുവിനെ ഞാൻ കാണുന്നു. ബൈബിൾ തുറന്നു നോക്കുമ്പോൾ ഞാൻ കാണുന്നു എനിക്ക് വേണ്ടി ജീവിക്കുന്നൊരു ദൈവത്തെ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ. ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ കാണുന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ. ദേവാലയത്തിൽ കയറി ചെല്ലുമ്പോൾ ആ കുരിശ് രൂപത്തിൽ കാണുന്നു എനിക്ക് വേണ്ടി മരിച്ച ദൈവത്തെ. ബൈബിളിൽ നോക്കുമ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവത്തെ ഞാൻ ഈ പുസ്തകത്തിൽ കാണും. ആ പുസ്തകത്തിന്റെ പേരാണ് സത്യവേദ പുസ്തകം. അതിന്റെ മറ്റൊരു പേരാണ് ബൈബിൾ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒന്നും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? മടുപ്പിക്ഷീണമുണ്ടെന്ന് അറിയാം, എങ്കിൽ ഒന്നും കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്തേ. വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ആ ജീവിതം ഒന്ന് കൊടുത്തേ. എന്നിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞേ, ദാവീദിന്റെ കുടുംബം പോലെ മേൽക്കുമേൽ ശക്തി പ്രാപിക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചേ. ദാവീദിന്റെ കുടുംബം പോലെ മേൽക്കുമേൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സാമ്പത്തിക ശക്തി പ്രാപിക്കണമെന്ന് പറഞ്ഞ്, എന്നാൽ ഇപ്പോഴോ സാവൂളിൻ്റെ കുടുംബം പോലെ അടിക്കടി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു. വിഷമം, സങ്കടം, നിരാശ എല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും പ്രാർത്ഥിക്കുന്നവരുണ്ട്, എന്തിനാ ജീവിക്കുന്നത്, പോയി മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വെട്ടിക്കള അതിനെ മനസ്സിൽ നിന്ന് കീറിക്കളഞ്ഞേ. അയ്യോ, എൻ്റെ ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും, അതൊക്കെ മാറ്റിക്കളഞ്ഞേ. നിന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലാണ് കുഞ്ഞേ. നിന്നെ ദൈവം ഈ വചനം കേൾപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് മകനെ. ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ,
നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ഉള്ളത് കൊണ്ടാ ദൂരത്ത് നിന്ന് വാഹനം ഓടിച്ചു, വണ്ടി കയറിയും ട്രെയിൻ യാത്ര ചെയ്തും ഈ ഒരു മലമുകളിൽ കയറി വന്ന് പ്രാർത്ഥിക്കാനായി വന്നത്. ഒരാളെ പോലും ദൈവം തള്ളിക്കളയില്ല. കർത്താവേ, എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നിങ്ങളെ എല്ലാവരെയും ദൈവം കാണുന്നു. നിങ്ങളെ ദൈവം കാണുന്നു. നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങളുടെ നിയോഗങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആവശ്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് ഉറക്കെ വിളിച്ച് ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു. എല്ലാവരും ചേർന്ന് റോമ 8 അധ്യായം പറയുന്നു, ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ കഴിയില്ല. കാരണം അത് ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടുകളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുന്നു. ശാപത്തിന്റെ, അന്ധകാരത്തിന്റെ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നു. ബൈബിൾ പറയുന്നു, സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്ര ആക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും എല്ലാവരും ചേർന്ന് പാടാമോ? ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും പറഞ്ഞ് ഇല്ലാതെ സ്നേഹി. അതുകൊണ്ട് താതനു നന്ദി, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. എല്ലാവരും ഒന്നിങ്ങനെ ചിന്തിച്ചേ, സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. നരകത്തെ അത് നരകമാക്കിയത് ദൈവ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയുമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ധൂർത്തപുത്രന്റെ ഉപമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ നിന്ന് കയറി വന്നേച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ യോഗ്യനല്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ വാക്ക്. ഗുരോ, പിതാവേ, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യനല്ല. ആണോ അല്ലയോന്നല്ല, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. യോഗ്യതയില്ലാത്തവരാണെന്ന് ചിന്തയുണ്ടോ? ഞാനൊരു ശപിക്കപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ രക്ഷപ്പെടിയല്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ വഴികൾ അടഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ടോ? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വചനം നിങ്ങളെ വിടുവിക്കും. അവൻ വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തി. വചനത്തിലൂടെ രോഗസൗഖ്യം നടക്കുകയില്ലായിരുന്നെങ്കിൽ ഈ വചനം അതിനകത്ത് എഴുതില്ലായിരുന്നു. വചനത്തിലൂടെ ഒരാൾ അനുഗ്രഹിക്കപ്പെടില്ലായിരുന്നെങ്കിൽ വെളിപാട് 1:3 എഴുതില്ലായിരുന്നു. ഈ വചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അനുസരിക്കുന്നവരും അനുഗ്രഹമുള്ളവരാകും എന്ന് എഴുതില്ലായിരുന്നു. വചനം നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും. അടുത്ത വാക്ക് ഇല്ലാതെ. എല്ലാരും പറഞ്ഞ്, ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ആമേൻ. ഇരിക്കാം. നമ്മൾ തുടർന്ന് നമ്മൾ കുറച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുകയാണ്. സാക്ഷ്യം പറയാനുള്ളവരുണ്ട്. എല്ലാവരും സാക്ഷ്യം പറയുവാൻ ആഗ്രഹമുള്ള, മടി പിടിച്ചിരിക്കാതെ ആഗ്രഹമുണ്ടെങ്കിൽ അത് വന്ന് പറയുക. പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം അനേകം ആയിരങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരോട്, പ്രിയപ്പെട്ടവരോട്, സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, പരിചയമുള്ളവരോടൊക്കെ ശുശ്രൂഷയെപ്പറ്റി പറയണം. അനേകർ അനുഗ്രഹിക്കപ്പെടട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. 2024 ജനുവരി മാസം 1-ാം തീയതി മുതൽ നമ്മൾ വീണ്ടും നിയോഗ പ്രാർത്ഥന ചില ദിവസങ്ങളിലേക്ക് ആരംഭിക്കും. അത് ഒത്തിരി പേര് ഇപ്പോഴേ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. അത് നിയോഗം 5:30 തന്നെ നമ്മൾ ആരംഭിക്കും. അപ്പം നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുന്നതിന് നിങ്ങളെല്ലാം കാരണക്കാരാണ്. അതിനെയൊക്കെ ആ രീതിയിൽ സ്നേഹിച്ചതും സപ്പോർട്ട് ചെയ്തും പ്രാർത്ഥിച്ചതൊക്കെ നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മളെന്നും സ്നേഹവും നന്ദിയുണ്ട്. ഞാൻ എപ്പോഴും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയാം, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ ഈ ഒരു ശുശ്രൂഷാലയം ഇന്നില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ മാത്യു എന്ന ശുശ്രൂഷകൻ ഇല്ല. ആ അനുഗ്രഹം എന്തെങ്കിലും പോയാൽ അന്ന് തൊട്ടില്ല. അപ്പം നിങ്ങൾ നിൽക്കുന്നത് കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിലും അനുഗ്രഹത്തിൻ്റെ ഒരു കുട ചൂടിയാണ്. അതിനകത്താണ് നിൽക്കുന്നത്. ഇച്ചിരി എറിച്ചിലടിച്ചെന്നൊക്കെ ഇരിക്കും, പക്ഷെ നനയാതെ ദൈവം കാക്കും. ഇപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് നമ്മൾക്ക് നല്ല പ്രാർത്ഥനയിൽ കിട്ടിയ നിയോഗ ഗാനമുണ്ട്. നിയോഗ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നിയോഗ ഗാനം ചേർന്ന് പാടി ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വചനത്തോട് ചേർത്ത് വെച്ച്, വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗങ്ങളെല്ലാം സകല വിശുദ്ധരുമേ സാധ്യമാക്കണമേ, സാധ്യമാക്കിയിടണമേ. വചനത്തോട് ചേർത്ത് വെച്ച് പാടാമോ? വചനത്താൽ ചേർത്തു വച്ച ഈ നിയോഗമെല്ലാം ഈ നിയോഗങ്ങളായി സകല വിശുദ്ധരുമേ, സകല വിശുദ്ധരുമേ മാധ്യസ്ഥമേകിടണേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയാണ്. വെഞ്ചരിച്ച് തിരി അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകി പ്രാർത്ഥനയുടെ കൈകളിലെടുക്കാം. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് 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 സാധിച്ചു തരണമേ. 3 നിയോഗത്തെ ഞാൻ മനുഷ്യന്മാരുടെ കയ്യിലല്ല, സർവശക്തനായ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഞാൻ സന്തോഷത്തോടെ വീട്ടിലോട്ട് പോവുക. എനിക്ക് വരും ദിവസങ്ങളിൽ ഈ അടയാളം കാണണം. ഈ അനുഗ്രഹ ആലയത്തിൽ വന്നിട്ട് എനിക്ക് അനുഗ്രഹത്തോടെ ഒരു സാക്ഷ്യം പറയാൻ പറ്റണം. നിങ്ങൾ അനേകരോട് വിളിച്ചു പറയണം നിയോഗ പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഈശോയിലേക്ക് നോക്കി എല്ലാവരും അധരം തുറന്ന് യേശുവേ എന്ന് മാത്രം വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, യേശുവേ, ആരോഗ്യ പീഡകൾ വിട്ടുമാറും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കട്ടെ.